പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വാഷ് ചെയ്യാൻ നേരത്ത് നമ്മുടെ വാഷിംഗ് സ്പേസ് ആയത്. അപ്പോൾ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബക്കറ്റിനകത്തേക്ക് നമ്മൾ നോക്കുമ്പം ത്രിപ്സ് ചൊറിപ്പേനുകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, കാടമത്തിൽ ചൊറി ഉണ്ടാക്കുന്ന പേനുകൾ, നീര് വിറ്റി കുടിക്കുന്ന പ്രാണികൾ. ഇതാണ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണേ. നോക്കിയ ഇതാണ് ത്രിപ്സ്. ഞാൻ പറയില്ല, ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ ചെയ്തില്ലേക്ക്, ഇനി വരുന്ന മാസങ്ങളിലെല്ലാം ഇതിൻ്റെ അറ്റാക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നമ്മൾ നല്ല മെഡിസിൻസ് നമ്മൾ കൊടുത്ത് ഇവനെ കൺട്രോൾ ചെയ്തു വേണം. അത്യാവശ്യം കൊള്ളാവുന്ന ത്രിപ്സിനുള്ള കെമിക്കൽ മേടിച്ച് കൊടുത്ത് കൺട്രോൾ ചെയ്യണം. ഞാൻ ഇന്നലെയൊക്കെ ത്രിപ്സിനുള്ള മരുന്ന് അടിച്ച് പോയി. എനിക്കൊന്ന് അടിച്ച് പോയിട്ടായിരിക്കാം ചെടിക്കകത്ത് ഇരിക്കാനൊരു മാർഗ്ഗമില്ല വന്നപ്പോഴായിരിക്കാം ഇത് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. നമ്മളിപ്പോൾ കവാത്തൊക്കെ എടുക്കാതെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഈ നമ്മുടെ പോളയുടെ ഇടയ്ക്കൊക്കെ ഇത് കയറിയിരിക്കും. എന്നിട്ട് അതിതീവ്രമായിട്ട് നമ്മുടെ ശരത്തിലേക്ക് വരും. ശരത്തിൽ നീര് ഊറ്റി കുടിച്ച് ഇനിയിപ്പം ചെറിയ ഇങ്ങനത്തെ കുഞ്ഞു ശരങ്ങളടിച്ച് വരുന്ന സമയമാണ്. ഇതേപോലത്തുള്ള ശരങ്ങൾ, ഈ ശരങ്ങളിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ശരത്തിൻ്റെ വളർച്ചയും മുരടിച്ച് കായപിടുത്തത്തെയും ബാധിച്ച് മൊത്തത്തിൽ ബാധിക്കും അത്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കുക. ത്രിപ്സ് നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് ഒരു വൈറ്റ് ബക്കറ്റ് കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കാണാം. വൈറ്റ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ രാവിലെ എടുത്ത് ജസ്റ്റ് നോക്കിയാൽ മതി. അതിനകത്ത് എന്തായാലും ഇതിനകത്ത് കാണും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വൈറ്റിൻ്റെ അട്രാക്ഷൻ കൊണ്ടായിരിക്കും ഇതിനകത്തോട്ട് വരുന്നത്, വെളിച്ചം കൊള്ളതുകൊണ്ടേ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ത്രിപ്സിൻ്റെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ത്രിപ്സിനുള്ള മരുന്ന് കൊടുക്കാൻ തുടങ്ങുക.